അത് അവരെ ബോധ്യപ്പെടുത്തിയോണ്ടല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഈ നാഷണൽ ഹൈവേ എപ്പോഴാണ് വന്നത്? ജനങ്ങൾ തടഞ്ഞിട്ട് ആ പ്രൊജക്ട് ക്ലോസ് ചെയ്തിട്ട് രണ്ടാമത്തെ വേണ്ട രീതിയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം അതെ അതിന് വേണ്ട ആ നഷ്ടപ്പെട്ടവർക്ക് വേണ്ട രീതിയിലുള്ള വേണ്ട രീതിയിലുള്ള കൊടുത്തോണ്ടല്ലേ. അതിന്റെ കൂടെ ഇവിടെ ഒരു വേസ്റ്റ് ട്രീറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പറ്റില്ല. വളാഞ്ചേരി നഗരസഭയിലെ 34-ാം വാർഡായ ചീരാനിയുടെയും നിലവിലെ 3-ാം വാർഡിലെ വട്ടപ്പാറ വടക്കേക്കുളമ്പിന്റെയും അതിർത്തിയിലാണ് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് കക്കൂസ് മാലിന്യ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നത്. പ്രധാന ശുദ്ധജല സ്രോതസ്സുകളിലൊന്നായ കല്യാണുറവ് തോടിൽ നിന്ന് 50 മീറ്റർ മാത്രം മാറി മുകളിലെ ചെരുവിലാണ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. നിർമ്മാണോദ്ഘാടനം നടക്കുന്ന സമയം എക്കോ പാർക്കാണെന്നാണ് നഗരസഭ നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. എന്നാൽ ട്രീറ്റ്മെന്റ് പ്ലാന്റിന് സമാനമായ ടാങ്ക് നിർമ്മാണം ആരംഭിച്ചതോടെയാണ് നാട്ടുകാർ നിർമ്മാണം തടഞ്ഞ് രംഗത്ത് നൗഷാദ്. ഇവിടുത്തെ വിഷയം മുനിസിപ്പാലിറ്റി ഇവിടെ എക്കോ പാർക്ക് എന്നുള്ള ലെവലിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വന്നിട്ട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ്, FSTP ആണെന്നുള്ളതാണ് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ മുനിസിപ്പാലിറ്റി പോയിട്ട് വിവരാവകാശ പ്രകാരം രേഖ ചോദിച്ചിട്ടോ അതൊന്നും അവർക്ക് തരാൻ തയ്യാറായിട്ടില്ല. ഇതിൻ്റെ പ്രൊജക്റ്റിൻ്റെ DPR സംഭവങ്ങളൊന്നും തരാൻ തയ്യാറായിട്ടില്ല. പിന്നെ കുറച്ച് മുന്നേ ഇവിടെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാവണ വിധത്തിൽ പാറ പൊട്ടിച്ചു. അതേപോലെ ഇതിൽ വലിയ വലിയ മരങ്ങളുണ്ടായിരുന്നു, മരങ്ങളൊക്കെ കട്ട് ചെയ്തു പോയി. അതൊന്നും ഒരു പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഈ പാറ പൊട്ടിച്ചിട്ട് ഈ പാറ വന്നിട്ട് ഒരു വീട്ടിൻ്റെ മുന്നിൽ ചീള് വന്ന് തെറിച്ചു, പ്രശ്നമുണ്ടായി. ഞങ്ങളന്ന് വന്നു ഇവിടെ പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞു, അന്നോലും പൊട്ടിച്ചില്ല. പിന്നെ വന്നിട്ട് മുനിസിപ്പാലിറ്റി പോയാലും ഇവർ പറയും മുനിസിപ്പാലിറ്റി പോയാലും രേഖ ഉണ്ട്. ഇവിടെ വർക്ക് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു രേഖയോ ഒന്നുമില്ല, ഒരു ബോർഡോ അന്ന് വെച്ചിരുന്നില്ല. ഇപ്പോൾ പിന്നെ ഞങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ട് ഒരു 3D ചിത്രം മാത്രം അവിടെ കൊണ്ടു വെച്ചത്. നിരന്ന പ്രദേശമല്ല, ചെരിവാണെന്നതിനാൽ തന്നെ മലിനജലം ഒലിച്ച് താഴേക്കിറങ്ങാൻ സാധ്യത കൂടുതലാണ്. ഇത് വടക്കേക്കുളമ്പ് പ്രദേശത്തെ 100-ലധികം കുടുംബങ്ങളിൽ ആരോഗ്യഭീതി ജനിപ്പിച്ചിട്ടുണ്ട്. കുടിവെള്ള കിണറുകൾ മലിനമാകുമെന്നും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുമെന്നും നാട്ടുകാർ പറഞ്ഞു. പണ്ട് ഒരു വെള്ളിയാഴ്ചയാണ് ഇവിടെ മാലിന്യം കൊടുക്കുന്നത്. ഒരു വെള്ളിയാഴ്ച ദിവസം അന്ന് ഇവിടെ കുറച്ച് വീടുകളുള്ളൂ. 23 കൊല്ലം മുന്നേ ആ സമയത്താണ് ഇവിടെ മാലിന്യം. അന്ന് ഇവിടെ അബിയൂസാണ് പ്രസിഡന്റ്, വിരിയൻകുട്ടി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അന്ന് മൂർക്കത്തെ മുസ്തഫാണ് മെമ്പർ. ഓനാണ് നമ്മളെ കുടുക്കി അന്ന് തുടങ്ങിയ തല്ലാപ്പണി ഈ തുടങ്ങിയിട്ടുള്ളത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ 2ാമത് ഓല് തുടങ്ങിയിട്ടുള്ളത്. അത് ഓല് പറഞ്ഞ് പാർക്കാണെന്നാ. പാർക്കല്ല, ഇത് ആൾക്ക് അക്കൂസിലെ മാലിന്യങ്ങളും സ്ഥാപിക്കാനുള്ള. ഇത് നേരെ താഴത്തുള്ളത് തോടാണ്. അതിൻ്റെ തോടിൻ്റെ പക്കത്താണ് ഞങ്ങൾ കിണർ. ഈ കിണറ്റിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം കുടിക്കുന്നത്, എല്ലാം ഉപയോഗിക്കുന്നത്. ഇത് കാരണം കൊണ്ട് ഞങ്ങൾ തടയാൻ നിൽക്കണം. അല്ലെങ്കിൽ പാർക്ക് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പില്ല. നഗരസഭ ഇതിൻ്റെ മുന്നേയും മീറ്റിംഗ് വിളിക്കാറുണ്ടല്ലോ, ഈ സൈഡിലേക്ക് വരില്ല. അവർ മുകളിൽ വെച്ചിട്ട് വിളിച്ചു. അന്ന് നഗരസഭയ്ക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദിവസം പറയും, അന്നില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടു പോകും. ഇപ്പോഴും അതിൻ്റെ DPR ഞങ്ങൾ വിവരാവകാശ പ്രകാരം ചോദിച്ചേക്ക്, അത് ഇല്ല, അത് ക്രോഡീകരിച്ചിട്ടില്ല, അത് ദൈനംദിന കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അവർ ഭരണസമിതിയും അതുപോലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുന്നത് മേലെ കൂടെയാണ് കഞ്ഞിപ്പേര. അപ്പോൾ അവരെ ഈ 33 ഉൾക്കൊള്ളുന്ന ഭാഗം, ഇത് കുറച്ച് ഭാഗം 33 ഇവിടെ 33 ആളുകൾക്ക് വാർഡ് 33 ആളുകൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ പ്രദേശത്ത് ഇത്രയും വലിയ ഒരു മാലിന്യം കൊടുന്ന് ഇവിടെ പിന്നെ ഇത് ചെയ്യാൻ പറയുമ്പോൾ ഒരു മഞ്ഞപ്പിത്തം ഈ നാട്ടിലുള്ള പ്രതീക്ഷിക്കുക 1-2 വർഷം കഴിയുമ്പോൾ. നമുക്കറിയാം, അപ്പോൾ വട്ടപ്പാറയിലുള്ള ആ പ്ലാസ്റ്റിക് ഇരിക്കുന്ന അവിടെ അതിൽ ആ സെമിറ്റേഷനിൽ അത് 3-4 ദിവസം മുന്നത്തെ അവിടെ അവസ്ഥ അവിടെ കുമിഞ്ഞ് കൂടി കിടക്കായിരുന്നു. അതിന് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയാത്ത മുനിസിപ്പാലിറ്റിക്ക് എങ്ങനെയാണ് ഇതിന് 2 ദിവസം ഒരു ബന്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് പിന്നെ നമുക്കപ്പോൾ അത് താരതമ്യം ചെയ്യുമ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സംഘടിച്ചെത്തി പ്രവൃത്തി തടഞ്ഞു. ഇതേ തുടർന്ന് നഗരസഭാധ്യക്ഷ, നഗരസഭാ സെക്രട്ടറി, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി സംസാരിച്ചു. എക്കോ പാർക്ക് തന്നെ സ്ഥാപിക്കാനാണ് ഉദ്ദേശമെങ്കിൽ തടയില്ലെന്ന് നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മറിച്ച് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണെങ്കിൽ പ്രതിഷേധത്തിനൊപ്പം നിയമപരമായും മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ
മഞ്ചേരി.